വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തുടർച്ചയായ രണ്ടാം തവണയും റിപ്പോ നിരക്ക് കുറച്ച് റിസർവ് ബാങ്ക് 6.25% നിന്ന് 6% റിപ്പോ ഇന്ന് കുറച്ചത്. ഇതോടെ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്നുള്ളത് ശ്രീജ വിവരങ്ങളുമായി ചേരും. ശ്രീജ, ഈ പലിശ നിരക്കുകൾ കുറയും, അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഭവന, വാഹന, വിദ്യാഭ്യാസ, കാർഷിക, സ്വർണ്ണപ്പണയ, വ്യക്തി വായ്പകളുടെ പലിശ നിരക്കും ആനുപാതികമായി കുറയ്ക്കാൻ ബാങ്കുകൾ നിർബന്ധിതരാകും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും രഞ്ജിത്ത്, പ്രതീക്ഷിച്ചിരുന്നതുപോലെ തന്നെ റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്കായ റിപ്പോ റേറ്റ് വീണ്ടും കുറച്ചിരിക്കുകയാണ്. ഈ വർഷം ഫെബ്രുവരിയിൽ 0.25% റിപ്പോ നിരക്ക് കുറച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ഇതാ ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ പണനയം പ്രഖ്യാപിക്കുമ്പോൾ 2.25% കൂടി റിപ്പോ നിരക്ക് റിസർവ് ബാങ്ക് കുറച്ചിരിക്കുകയാണ്. ആഗോളതലത്തിൽ അമേരിക്കയുടെ താരിഫ് നയത്തെ തുടർന്ന് വിപണിയിൽ വരാനിടയുള്ള പ്രത്യാഘാതങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വിപണിയിൽ പണലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് വീണ്ടും കുറച്ചിരിക്കുന്നത്. തുടർച്ചയായ രണ്ടാം തവണയും കുറച്ചിരിക്കുന്നത്. ബാങ്കുകൾ വിതരണം ചെയ്യുന്ന, നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ, ഇതിന്റെ ഏറ്റവും ആദ്യത്തെ പ്രതിഫലനം എന്ന് പറയുന്നത് ഭവന, വാഹന, വിദ്യാഭ്യാസ, കാർഷിക, സ്വർണ്ണപ്പണയ തുടങ്ങിയ എല്ലാ വായ്പകളിലും, വ്യക്തിഗത വായ്പകളിലടക്കം പലിശ നിരക്ക് കുറയുമെന്നതാണ് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ പ്രതിഫലനം ഉണ്ടാവുന്നത്. സ്വാഭാവികമായും ഈ താരിഫ് നിരക്ക് വരുന്നതിന് പിന്നാലെ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം റിസർവ് ബാങ്ക് മുൻകൂട്ടി കാണുന്നുണ്ട്. ഇപ്പോൾ 6.7% വളർച്ച ഉണ്ടാകും രാജ്യത്ത് ഈ നടപ്പ് വർഷത്തിൽ എന്നായിരുന്നു പ്രതീക്ഷ. അത് പക്ഷേ റിസർവ് ബാങ്ക് ഇപ്പോൾ തിരുത്തുന്നു. 6.5% ആ ഒരു അനുമാനം, ഈ വർഷത്തെ വളർച്ചയുടെ അനുമാനവും കുറച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ റിപ്പോ നിരക്ക് കുറയ്ക്കുമ്പോൾ റിപ്പോ നിരക്ക് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശ നിരക്കാണ്. അപ്പോൾ സ്വാഭാവികമായും റിപ്പോ നിരക്ക് കുറയ്ക്കുന്നതിലൂടെ കൂടുതൽ ബാങ്കുകൾ കൂടുതൽ ലോൺ എടുക്കുകയും വിപണിയിലേക്ക് കൂടുതൽ പണം എത്തുകയും ചെയ്യും. വിപണിയിൽ കൂടുതൽ ചലനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇപ്പോൾ റിപ്പോ നിരക്ക് വീണ്ടും കുറച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ധനകാര്യ വിദഗ്ധരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇനിയും കുറവ് ഈ റിപ്പോ നിരക്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ പണപ്പെരുപ്പ നിരക്കിൽ കുറവുണ്ട്. ഈ പണപ്പെരുപ്പം കുറയ്ക്കാൻ വേണ്ടി, പണപ്പെരുപ്പം പിടിച്ചു നിർത്താൻ വേണ്ടി കഴിഞ്ഞ കാലങ്ങളിലൊന്നും റിപ്പോ നിരക്ക് അങ്ങനെ കുറച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പണപ്പെരുപ്പ നിരക്ക് കുറച്ച് സ്റ്റേബിളായി നിൽക്കുന്നു ഇന്ത്യയുടെ കാര്യത്തിൽ എന്ന വിലയിരുത്തലിൽ കൂടിയാണ് ഇപ്പോൾ റിപ്പോ നിരക്ക് വീണ്ടും കുറയ്ക്കാൻ റിസർവ് ബാങ്ക് തയ്യാറായിട്ടുള്ളത്. ശ്രീജ പറഞ്ഞതുപോലെ പലവിധ കാരണങ്ങളുണ്ട്. ഡോളറുമായുള്ള രൂപയുടെ വിനിമയത്തിലെ വ്യത്യാസമുണ്ട്, പണപ്പെരുപ്പം കുറഞ്ഞ പശ്ചാത്തലമുണ്ട്, അങ്ങനെ ആഗോള വിപണികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്, ട്രംപിന്റെ സാമ്പത്തിക നയമുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിൽക്കുമ്പോഴാണ് ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് റിസർവ് ബാങ്ക് കടക്കുന്നത്. ഇതിന്റെ പ്രത്യാഘാതം കൂടി സ്വാഭാവികമായും കണക്കിലെടുക്കുമല്ലോ നമ്മുടെ സാമ്പത്തിക രംഗം. തീർച്ചയായും ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു വശത്ത് ഈ ട്രംപിന്റെ താരിഫ് നയങ്ങൾ കൊണ്ട് എന്തെങ്കിലും തിരിച്ചടി വരാനിടയുണ്ടെങ്കിൽ ആഭ്യന്തര വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കുക, അതാണ് നമ്മളെ സ്റ്റേബിളായി പിടിച്ചു നിർത്താൻ, നമുക്ക് സ്ഥിരത നൽകാൻ വിപണിക്ക് അല്ലെങ്കിൽ നമ്മുടെ ധനകാര്യ മേഖലയ്ക്കെല്ലാം, സാമ്പത്തിക രംഗത്തിനെല്ലാം സ്ഥിരത നൽകാൻ വേണ്ടത് നമ്മുടെ വിപണിയിൽ അപ്പോൾ പണം ആവശ്യത്തിനുണ്ടാകണം. ആ മുൻകൂട്ടി അത് കണ്ടുകൊണ്ടാണ് റിപ്പോ നിരക്കിൽ കുറയ്ക്കുന്നത്. കാരണം സ്വാഭാവികമായും നമുക്കറിയാം ആഗോള സാമ്പത്തിക മേഖലയിൽ ഒരു മാന്ദ്യത്തിന്റെ സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ മുൻ അനുഭവം 2008 കാലത്തൊക്കെ നമുക്ക് മുൻപ് ഒരു സാമ്പത്തിക മാന്ദ്യം ലോകം അനുഭവിച്ചപ്പോഴും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ സ്ഥിരതയോടെ പിടിച്ചു നിന്നിരുന്നു. അതിന് സമാനമായ രീതിയിൽ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ സ്ഥിരതയോടെ നിൽക്കണം എന്നൊരു മുൻകൂട്ടി കാണൽ കൂടി ഇതിനൊപ്പമുണ്ട്. അത് ആ രീതിയിൽ സമ്പദ് വ്യവസ്ഥയ്ക്കാണെങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള വായ്പാ നിരക്കിലെ കുറവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 25 ലക്ഷം രൂപയുടെ ഭവന വായ്പയുള്ള ഒരാളാണ് എന്ന് വിചാരിക്കൂ. 20 വർഷം കാലാവധിയുണ്ട് തിരിച്ചടവ്. അങ്ങനെയെങ്കിൽ ഒരു 22,490 രൂപയൊക്കെയാണ് അടയ്ക്കുക. സ്വാഭാവികമായി ആ കണക്കനുസരിച്ച് ഈ റിപ്പോ നിരക്ക് 2.25% കുറയുമ്പോൾ EMI ഒരു 22,000 ഒക്കെ ആയി കുറയും. ഒരു ഏറ്റവും ജനറലായ ഒരു കണക്കാണ്. ആ രീതിയിൽ സാധാരണ വായ്പ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഇത്രയൊക്കെ ഒരു കുറവുണ്ടാവും. അതേസമയം ആഗോള രംഗത്തെ ചലനങ്ങളിൽ നമ്മളെ പിടിച്ചു നിർത്താൻ, നമ്മുടെ ആഭ്യന്തര വിപണിയെ പിടിച്ചു നിർത്താൻ, ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താനുള്ള ഒരു സുപ്രധാനമായ മുൻകരുതലായി വേണം നമുക്കിതിനെ കാണാൻ. തീർച്ചയായും സുപ്രധാനമായ തീരുമാനങ്ങൾ റിസർവ് ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. റിപ്പോ നിരക്കിൽ കുറവ് വരുന്നതനുസരിച്ച് പലിശ നിരക്കിലും കുറവ് വരുത്താൻ ബാങ്കുകൾ നിർബന്ധിതരാകും. അതനുസരിച്ച് സാധാരണക്കാരുടെ നിരവധി വായ്പകൾക്കുള്ള EMI വ്യത്യാസവും പലിശ വ്യത്യാസവും ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.